പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 8ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിലെ ഈ പാഠം പഠിച്ചു കഴിഞ്ഞ് കാണുമായിരിക്കും. എങ്കിലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടും എന്ന് ഉറപ്പാണ്. അപ്പം നമുക്കതൊന്ന് നോക്കാം. സവ്യസാചി ഷഷ്ടഃ പാഠഃ സവ്യസാചി. സവ്യസാചി എന്നുള്ളത് അർജുനൻ്റെ പേരാണ്. ഇടതുകരം ഉപയോഗിച്ച് ശീലമുള്ളവൻ എന്ന ഒരു, അത് ഇടത് കയ്യന്മാരെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനത്തെ ഒരർത്ഥത്തിലാവണം സവ്യസാചി എന്ന് അർജുനന് പേര് വന്നത്. നമുക്ക് പ്രവേശകത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഈ പാഠവും തൊട്ട് മുമ്പുള്ള പാഠമൊക്കെ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളതായിരിക്കും. അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം. നമുക്കൊന്ന് നോക്കാം. പ്രവേശകം. സാഹിത്യ സംഗീത കലാവിഹീനഃ സാക്ഷാത് പശു പുച്ഛവിഷാണഹീനഃ. ഈ സുഭാഷിത ശ്ലോകമാണിത്. ഇതിന് വേറെ 2 വരിയും കൂടെ ഉണ്ട്. സാഹിത്യ സംഗീത കലാവിഹീനഃ സാക്ഷാത് പശു പുച്ഛവിഷാണഹീനഃ തൃണം നഖാദന്ന വിജീവമാന തദ്ഭാഗധേയം പരമം പശൂന എന്നാണ് 3ാമത്തെ 4ാമത്തെ വരികൾ. നിങ്ങൾക്ക് 1ഉം 2ഉം വരികൾ മാത്രമേ ഇവിടെ പഠിക്കാൻ വെച്ചിട്ടുള്ളൂ. സാഹിത്യം, സംഗീതം മുതലായ കലകൾ ഇല്ലാത്തവൻ, അതായത് ആ കലയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആള് സാക്ഷാത് പശു, ശരിക്കും ഒരു മൃഗമാണ്. മൃഗത്തിൽ നിന്ന് അയാൾക്കുള്ള ഒരു വ്യത്യാസം പുച്ഛവിഷാണഹീനഃ. പുച്ഛം എന്ന് പറഞ്ഞ വാല്, വിഷാണം എന്ന് പറഞ്ഞ മൃഗത്തിൻ്റെ കൊമ്പ്. അപ്പോൾ വാലും കൊമ്പുമില്ലാത്ത മൃഗത്തെ പോലെയാണ്, സാക്ഷാൽ മൃഗത്തെ പോലെയാണ് സാഹിത്യ സംഗീതാദി കലകളില്ലാത്ത മനുഷ്യൻ. സാഹിത്യകല, സംഗീതകല മുതലായ ലളിതകലകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അവയിലൊന്നും വലിയ താല്പര്യമില്ലാത്ത, ഒന്നും പഠിച്ചിട്ടില്ലാത്ത, അത് പഠിക്കണമെന്ന് ആഗ്രഹം പോലും ഇല്ലാത്ത ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മളെക്കുറിച്ചൊന്നും അല്ല കേട്ടോ, നമുക്കെല്ലാം താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. സാഹിത്യ സംഗീത കലാവിഹീനഃ സാക്ഷാത് പശു പുച്ഛവിഷാണഹീനഃ. ഇതി ശ്രുതം വാ എന്ന് കേട്ടിട്ടുണ്ടോ? ശ്രുതം, കേട്ടിട്ടുള്ളത്. യുഷ്മാഭിഹി ശ്രുതം വാ, നിങ്ങളാൽ കേൾക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. അവിടെ ശ്രുതം എന്നുള്ള ഒരു സുബന്ധക്രിയയാണ്, കേട്ടിട്ടുണ്ടോ എന്നർത്ഥം. യൂയം സർവേ, നിങ്ങളെല്ലാവരും. യൂയം എന്നുള്ള വാക്കും നിങ്ങൾ എന്നുള്ള ബഹുവചനത്തിലെ യൂഷ്മത് ശബ്ദം. നിങ്ങളെല്ലാവരും യൂഷ്മത് ശബ്ദവും അസ്മത് ശബ്ദവും ഒക്കെ നല്ലോണം അറിയാവുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് ഇനി 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ഒക്കെ ഉള്ള ക്ലാസ്സുകളിലെ പാഠങ്ങളിലൊക്കെ ഇത്തരം വാക്കുകളൊക്കെ വരുമ്പോൾ സ്വയം വായിച്ചാൽ മനസ്സിലാകത്തക്ക രീതിയിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അസ്മത് ശബ്ദം, യൂഷ്മത് ശബ്ദം, അങ്ങനെ മറ്റ് പല ശബ്ദങ്ങളുമുണ്ട്. എന്നാലും അസ്മത് യൂഷ്മത് ശബ്ദങ്ങൾ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം. നമ്മൾ മാത്തമാറ്റിക്സിലെ ടേബിൾ പഠിക്കുന്നു. ടേബിൾ പഠിക്കാതെ നമുക്ക് ഗണിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണത് എന്ന് പറഞ്ഞതുപോലെ സംസ്കൃതം പഠിക്കാനുള്ള അടിസ്ഥാനപരമായൊരു കാര്യമാണ് ശബ്ദങ്ങൾ. അപ്പോൾ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. സർവനാമ ശബ്ദങ്ങളും, പിന്നെ അകാരാന്ത പുല്ലിംഗ, ഇകാരാന്ത പുല്ലിംഗ, ഉകാരാന്ത പുല്ലിംഗ, ഋകാരാന്ത പുല്ലിംഗം എന്നൊക്കെ പറഞ്ഞൊരുപാട് ശബ്ദങ്ങളുണ്ട്. അതിലെല്ലാം പഠിച്ചില്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഓരോന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ അസ്മത് യൂഷ്മത്. അപ്പം യൂയം, ത്വം യുവാം യൂയം, അങ്ങനെ അറിയില്ലാത്ത പലരും ഉണ്ടാവും നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നവരില്ല. അപ്പോൾ യൂയം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും. കലാകാരാഹ, കലാകാരന്മാരും. ആസ്വാദകാഹ ച ഖലു, ആസ്വാദകന്മാരും ആണല്ലോ. ഖലു എന്നുള്ളത് അല്ലോ എന്നുള്ള പ്രസിദ്ധിയെ കാണിക്കുന്ന ഒരു അവ്യയപദമാണ്. കലോത്സവ വേദികാസു, കലോത്സവ വേദികകളിൽ കൂടിയാട്ടം, ചാക്യാർ കൂത്ത് ഇത്യാദി കലാരൂപാണി ഭവദ്ഭിഃ ദ്രഷ്ടും ശക്യതേ. കലോത്സവ വേദികളിൽ കൂടിയാട്ടം, ചാക്യാർ കൂത്ത് ഇത്യാദി കലാരൂപാണി എന്നിങ്ങനെയുള്ള കലാരൂപങ്ങൾ ഭവദ്ഭിഃ ദ്രഷ്ടും ശക്യതേ, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഭവദ്ഭിഃ, ഭവാന്മാരാൽ, ദ്രഷ്ടും കാണുവാൻ, ശക്യതേ കഴിയുന്നു. അപ്പോൾ
നിങ്ങൾക്ക് നിത്യമൊന്നും നിങ്ങൾക്ക് ഈ കലകളുമായിട്ട് പരിചയമില്ലെങ്കിലും കലോത്സവ വേദികളിലെങ്കിലും നിങ്ങൾ ചാക്യാർകൂത്തും കൂടിയാട്ടവും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചാക്യാർകൂത്ത് കലാരൂപേ കാഹ കഥാഹ ഉപയുജ്യന്തേ. ഇനി ചാക്യാർകൂത്ത് എന്ന ഈ കലാരൂപത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കഥകളാണ് ഉപയോഗിക്കുന്നത്? കാഹ കഥാഹ, ഏതൊക്കെ കഥകളാണ് ഉപയുജ്യന്തേ ഉപയോഗിക്കപ്പെടുന്നത്? അതായത് ചാക്യാർകൂത്തിൻ്റെ സാഹിത്യത്തിന് ഉപയോഗിക്കുന്ന കഥകൾ എവിടെ നിന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആമുഖത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ആമുഖത്തിലേക്ക് കിടക്കാം. കേരളദേശഃ വിവിധൈഃ കലാരൂപൈഃ സമ്പന്നഃ ഭവതി. കേരളനാട് പലതരത്തിലുള്ള, വിവിധൈഹി എന്ന് പറഞ്ഞാണ് വിശേഷ വിധത്തിലുള്ള, പലതരത്തിലുള്ള കലാരൂപങ്ങൾ കൊണ്ട് സമ്പന്നഃ ഭവതി, സമ്പന്നമാണ്. ലളിതകലാഹ ശാസ്ത്രീയ കലാഹ ച, ലളിതകലകളും ശാസ്ത്രീയ കലകളും കലാകേരളസ്യ ഗിരിമാനം പ്രകടയന്തി. ഈ കലാകേരളത്തിൻ്റെ കലകൾ ധാരാളം അവതരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന, ഈ കലകൾക്കെല്ലാം ആസ്വാദകരുള്ള ഒരു നാടാണ് കേരളം. അതുകൊണ്ടാണ് കലാകേരളം എന്ന് പറയുന്നത്. കലാകേരളസ്യ ഗിരിമാനം, ഗൗരവത്തെ, മഹിമയെ പ്രകടയന്തി. ഗരിമ എന്ന് പറഞ്ഞാൽ മഹിമ. കേരളത്തിൻ്റെ ഒരു മഹിമയാണ് ലളിതകലകളും ശാസ്ത്രീയ കലകളും എന്നർത്ഥം. കഥകളി, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം ഇത്യാദീനി ശാസ്ത്രീയ കലാരൂപാണി ഭവന്തി. കഥകളി നമുക്കറിയാം, വളരെ ശ്രദ്ധയോടെ കണ്ട് കഥകളിയുടെ സംഗീതം കേട്ട്, കഥകളി സംഗീതം കേട്ട് മുദ്രകൾ മനസ്സിലാക്കി ഒക്കെ നമ്മൾ ആസ്വദിക്കേണ്ട ഒരു കലയാണ്. അപ്പോൾ അത് അവതരിപ്പിക്കുന്നവർ എന്തുമാത്രം നല്ല അറിവുള്ളവരായിരിക്കണം. ശാസ്ത്രീയമായിട്ട് അത് അഭ്യസിച്ചതിന് ശേഷമാണ് കഥകളി അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചാക്യാർകൂത്ത്, കൂടിയാട്ടവും അങ്ങനെ തന്നെ. കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് കഥകളിയുടെ പ്രാഗ്രൂപമാണ്, മുൻപുള്ള രൂപമാണ്. രാമനാട്ടം, കൃഷ്ണനാട്ടം എന്നൊക്കെ നിലയിലാണ് ഈ കഥകളി മുൻപ് ഉണ്ടായിരുന്നത്. അതിന് ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയാണ് കഥകളിക്ക് രൂപകൽപ്പന ചെയ്തത് നമ്മുടെ വള്ളത്തോളിനെ പോലുള്ള കവികളുടെ എല്ലാം പരിശ്രമത്തിൻ്റെ ഫലമായിട്ട്. അപ്പോൾ കഥകളി, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം ഇത്യാദീനി ശാസ്ത്രീയ കലാരൂപാണി ഭവന്തി. ഈ പറഞ്ഞ 4 ശാസ്ത്രീയ കലകളാണ്. ഏതാസാം കലാനാം, ഈ കലകൾക്ക്, ഈ ഏതാസാം എന്നുള്ളത് സ്ത്രീലിംഗമാണ്. കല എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് അതിൻ്റെ വിശേഷണം ഈ കലകൾക്ക്. പുല്ലിംഗത്തിലാണെങ്കിൽ ഏതേഷാം എന്ന് വന്നേന്. വർഷീയ പൗരാണികതാസ്തി. ബഹുശതവർഷീയ, അനേകം നൂറ്റാണ്ടുകളുടെ പൗരാണികതാസ്തി, പൗരാണികതയുണ്ട്, പഴക്കമുണ്ട്. പൗരാണികത പഴക്കം, നവീനതയാണെങ്കിൽ പുതുമ. അപ്പോൾ പൗരാണികതയുടെ വിപരീതമാണ് നവീനത. അപ്പോൾ ഈ കഥകളിക്കും ചാക്യാർകൂത്തിനും കൂടിയാട്ടത്തിനും കൃഷ്ണനാട്ടത്തിനുമൊക്കെ ബഹുശതവർഷീയ പൗരാണികതാസ്തി. ശതവർഷീയ എന്ന് പറഞ്ഞാൽ 100, ബഹുശതം എന്ന് പറഞ്ഞാൽ അനേകം നൂറ്റാണ്ടുകളുടെ പൗരാണികതയുണ്ട്, പഴക്കമുണ്ട്. അനേകം നൂറ്റാണ്ടുകളായിട്ട് പ്രചാരത്തിലുള്ള കലകളാണ് ഇവ എന്നർത്ഥം. ഏതാസു എന്ന് പറഞ്ഞാൽ ഇവയിൽ, ഏതാസു കലാസു എന്നാണ് അവിടെ. ഈ കലയിൽ പ്രമുഖം ചാക്യാർകൂത്ത് കലാരൂപം, വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കല ചാക്യാർകൂത്ത്. അത്, ആ കലാരൂപം ഹാസ്യരസപ്രധാനം ഭവതി. ഹാസ്യരസപ്രധാനമാണ്. അതായത് വളരെ തമാശ കലർത്തിയിട്ടും പിന്നെ ആക്ഷേപഹാസ്യത്തിൽ സറ്റയർ എന്നൊക്കെ പറയും. അതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ പഠിക്കുന്നുണ്ടാവും. സറ്റയർ, ആക്ഷേപഹാസ്യം എന്താണെന്ന്. അതായത് ചില യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ അതിൽ തമാശ കലർത്തി ആർക്കും പരിഭവവും വിഷമവും തോന്നാത്ത തരത്തിൽ അവതരിപ്പിക്കുന്നതിനാണ് ഈ ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആക്ഷേപഹാസ്യ രീതിയിൽ അത് അവതരിപ്പിക്കുന്ന കലയാണ് ചാക്യാർകൂത്ത്. അതുകൊണ്ടാണ് ഇത് ഹാസ്യരസപ്രധാനമാണെന്ന് പറഞ്ഞത്. ഇതം കലാരൂപം, ഈ കലാരൂപം, അതായത് ഈ ചാക്യാർകൂത്ത് ആദവും മുൻപൊക്കെ മന്ദിരാണാം കൂത്തമ്പലേഷു അവതാര്യതേസ്മ, അമ്പലങ്ങളുടെ കൂത്തമ്പലങ്ങളിലാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. നാട്യശാസ്ത്രസ്യ മാർഗനിർദ്ദേശാനുസാരം, നാട്യശാസ്ത്രത്തിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച്. നാട്യശാസ്ത്രം എന്ന് പറയുന്ന നൃത്തം മുതലായിട്ടുള്ള കലകൾ അവതരിപ്പിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ ഭരതമുനി പറഞ്ഞു വച്ചിട്ടുണ്ട്. ആ ഭരതമുനിയുടെ ഗ്രന്ഥമാണ് നാട്യശാസ്ത്ര, കൃതിയാണ് നാട്യശാസ്ത്ര. നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശത്തിനനുസരിച്ച് ഏവഭവതി, അനുസരിച്ച് തന്നെയാണ് ചാക്യാർകൂത്ത് കലാരൂപസ്യാഖ്യാനം. അപ്പോൾ ചാക്യാർകൂത്ത് അവതരിപ്പിക്കുമ്പോൾ അതിന് മാർഗനിർദ്ദേശം നാട്യശാസ്ത്രത്തിലുണ്ട്. അതിനനുസരിച്ചാണ്
അതുകൊണ്ടാണത് ശാസ്ത്രീയ കലയാണെന്ന് പറഞ്ഞത്. ആഖ്യാനം കലാരൂപസ്യ ആഖ്യാനം എന്ന് പറഞ്ഞാൽ ഈ കലാരൂപത്തിൻ്റെ ആഖ്യാനം, ഈ കലാരൂപത്തിൻ്റെ പറച്ചിൽ, അതായത് ഈ കല അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. അസ്യ കലാരൂപസ്യ സാഹിത്യം, ഈ കലാരൂപത്തിന് ഉപയോഗിക്കുന്ന സാഹിത്യം, അതായത് അതിൻ്റെ പറയുന്ന കാര്യങ്ങൾ പ്രബന്ധ ഇതി കഥ്യതേ, പ്രബന്ധം എന്നാണ് പറയപ്പെടുന്നത്. പ്രബന്ധക്കൂത്ത് എന്നാണ് ഇത് അവതരിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് തന്നെ. തസ്യ ചമ്പൂകാവ്യമിതി നാമാന്തരമസ്തി, അതിന് അതായത് പ്രബന്ധം എന്നുള്ളതിന് ചമ്പൂകാവ്യമെന്ന് മറ്റൊരു പേരും കൂടെയുണ്ട്. നാമാന്തരം മറ്റൊരു പേര്, ഗ്രന്ഥാന്തരം മറ്റൊരു ഗ്രന്ഥം, രാജ്യാന്തരം മറ്റൊരു രാജ്യം. അന്യം നാമയാണ് നാമാന്തരം. അന്യം അന്യത്, അന്യത് എന്നുള്ളതാണ് ഏറ്റവും ശരി. അന്യത് നാമാന്തരം എന്നാണ് അതിൻ്റെ വിഗ്രഹം. അപ്പോൾ ചാക്യാർകൂത്ത് കലാരൂപത്തിൻ്റെ സാഹിത്യം പ്രബന്ധമെന്നും ചമ്പൂകാവ്യമെന്നും അറിയപ്പെടുന്നു. പ്രബന്ധകാരേഷു, ഇങ്ങനെ ചാക്യാർകൂത്തിനുള്ള പ്രബന്ധങ്ങൾ രചിച്ചിട്ടുള്ളവരിൽ ഭോജഹ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദഹ ച, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും പ്രസിദ്ധോ ഭവതഃ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്തോത്രകാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ നാരായണീയം എന്ന സ്തോത്രകാവ്യം എഴുതിയ കവിയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അദ്ദേഹം ഗുരുവായൂർ ഭജനയിരുന്ന് ഭഗവാനെ ഭജിച്ച് 1000 ശ്ലോകങ്ങളിലൂടെ മഹാവിഷ്ണുവിനെ സ്തുതിച്ചു പാടി അങ്ങനെ ഈ കാവ്യം അവതരിപ്പിച്ച്, അദ്ദേഹത്തിന് വാതരോഗം ഉണ്ടായിരുന്നു. ആ വാതരോഗം ശമിപ്പിക്കാൻ വേണ്ടി, ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗുരുവായൂർ ഭജനയിരുന്നതും ഈ കാവ്യം ഭഗവാനോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ എഴുതി വെച്ചത്. ആ നാരായണീയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ നാരായണീയം പഠിക്കുന്ന ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ പഠിക്കണം. കേരളേഷു നൈകേ പ്രബന്ധാഹ വിരചിതാഹ സന്തി, കേരളത്തിൽ തന്നെ അനേകം ചമ്പൂ പ്രബന്ധങ്ങൾ, അതായത് കൂടിയാട്ടത്തിനുള്ള പ്രബന്ധങ്ങൾ വിരചിതാഹ സന്തി, രചിക്കപ്പെട്ടിട്ടുണ്ട്. അസ്മിൻ പാഠഭാഗേ, ഈ പാഠഭാഗത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദേന വിരചിതാത്, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാൽ രചിക്കപ്പെട്ട കിരാതപ്രബന്ധാത്, കിരാതപ്രബന്ധത്തിൽ നിന്ന് കേചന ശ്ലോകാഹ ദീയന്തേ, കുറച്ച് ശ്ലോകങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കിരാതപ്രബന്ധം എന്ന് പറയുന്നത് അർജുനൻ തപസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് അത് നമ്മൾ അടുത്ത ഭാഗത്തുണ്ട്, അത് വായിച്ചു കഴിയുമ്പോൾ അത് പറയാം. ദ്യൂതക്രീഡായാം പരാജിതാഹ പാണ്ഡവാഹ, കൗരവരുമായിട്ട് ചൂതുകളിയിൽ പരാജയപ്പെട്ട പാണ്ഡവര് 14 വർഷാണി യാവത് വനവാസായ ഗതാഹ, 14 വർഷത്തേക്ക് വനവാസത്തിന് പോയി. ദ്വൈതവനെ വസൻ യുധിഷ്ഠിരഹ, ദ്വൈതവനത്തിൽ വസിച്ചുകൊണ്ടിരിക്കെ യുധിഷ്ഠിരൻ ശിവാത് പാശുപതാസ്ത്ര ലാഭായ, ശിവനിൽ നിന്ന് പാശുപതാസ്ത്രം ലഭിക്കുവാൻ വേണ്ടി തപക്കരണായ, തപസ് ചെയ്യുവാൻ അർജുനൻ പ്രേരിതവാൻ. അപ്പോൾ 14 വർഷത്തിൽ 13 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു ചെന്ന് കൗരവരോട് യുദ്ധം ചെയ്ത രാജ്യം വീണ്ടെടുക്കേണ്ട ഒരു ചിന്തയുണ്ട് അവരുടെ മനസ്സിൽ, ഒരു പദ്ധതിയുണ്ട് പാണ്ഡവരുടെ മനസ്സിൽ. അതിന് കൗരവരെ തോൽപ്പിക്കണമെങ്കിൽ നല്ല നല്ല അസ്ത്രങ്ങൾ വേണം, അതായത് വളരെ ശക്തിയുള്ള അസ്ത്രങ്ങൾ വേണം. അപ്പം അതിന് പറ്റിയ ഒരു അസ്ത്രമാണ് പാശുപതാസ്ത്രം. പശുപതി എന്ന് പറഞ്ഞ ശിവനാണ്, ശിവനിൽ നിന്ന് കിട്ടുന്ന അസ്ത്രം, അതാണ് പാശുപതാസ്ത്രം. അപ്പോൾ ശിവനെ തപസ് ചെയ്ത് നീ പാശുപതാസ്ത്രം വരമായി ചോദിച്ചു വാങ്ങണം എന്ന് യുധിഷ്ഠിരൻ അനുജനായ അർജുനനോട് പറഞ്ഞു. അങ്ങനെ അർജുനനെ പ്രേരിപ്പിച്ചപ്പോൾ ശിവാരാധനയെ വ്യാവൃതം പ്രേരിപ്പിച്ചു. അങ്ങനെ അർജുനൻ പോയി തപസ് ചെയ്യാൻ പോയി. അങ്ങനെ ശിവ ആരാധനയെ വ്യാവൃതം, ശിവനെ ആരാധിക്കുന്നതിൽ വ്യാവൃതനായവനും തപശ്ചരന്തം, തപസ് ചെയ്യുന്നവനുമായ അർജുനം വർണ്ണയതി, അർജുനനെ വർണ്ണിക്കുകയാണ്. അപ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദർ എഴുതിയ കിരാതപ്രബന്ധത്തിൽ നിന്നുള്ള ഒരു 3 ശ്ലോകങ്ങളാണ് നിങ്ങൾക്കിവിടെ പഠിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അർജുനൻ്റെ തപസ്സിനെ കുറിച്ചാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. ശ്ലോകം നോക്കാം. ഗുരോരനുജ്ഞാമധിഗമ്യ ഭൂയഃ സമേത്യ കൈലാസഗിരേ സമീപം
ഹരം സമാരാധയിതും യദാത്മാ ധനഞ്ജയസ്തത്ര തപശ്ചകാര. ധനഞ്ജയ അധികം തത്ര ധനഞ്ജയസ്തത്ര. ധനഞ്ജയൻ തത്ര അവിടെ തപശ്ചകാര തപസ് ചെയ്തു. കിമർത്ഥം തപശ്ചകാര എന്തിനാണ്? സമാരാധയിതും ആരാധിക്കുവാൻ. കം സമാരാധയിതും ആരെ ആരാധിക്കാനാണ്? ഹരം സമാരാധയിതും ശിവനെ ആരാധിക്കുവാനാണ് തപസ് ചെയ്തത്. എവിടെയാണ്? സമീപം സമീപത്താണ്. എന്തിൻ്റെ സമീപത്ത്? കൈലാസഗിരേഹ സമീപം. കൈലാസഗിരിയുടെ സമീപത്ത് സമേത്യ എത്തിയിട്ട് ധനഞ്ജയ തത്ര തപശ്ചകാര. ധനഞ്ജയൻ അവിടെ തപസ് ചെയ്തു. എന്താണ് തപസ് ചെയ്യാനുള്ള കാരണം? ഗുരോരനുജ്ഞാമധിഗമ്യ. ഗുരുവിൻ്റെ അനുജ്ഞയെ അനുവാദത്തെ അധിഗമ്യ നേടിയിട്ട്. ഇവിടെ ഗുരോഹോ എന്ന് പറഞ്ഞാൽ ഗുരുതുല്യനായ ജ്യേഷ്ഠ സഹോദരൻ യുധിഷ്ഠിരൻ്റെ അനുജ്ഞ. അപ്പോൾ നീ പോയി തപസ് ചെയ്ത് പാശുപതാസ്ത്രം വാങ്ങണം എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ എന്നാൽ ശരി ചേട്ടാ ഞാൻ പോയിട്ട് വരട്ടെ എന്നിങ്ങനെ അനുവാദം ചോദിച്ചു. ശരി നീ പോയി വിജയിച്ചു വരൂ എന്ന് യുധിഷ്ഠിരൻ അനുവാദം നൽകി. അതാണ് ഗുരോരനുജ്ഞാം. ഗുരോഹോ അധികം അനുജ്ഞാം എന്നാണ്. അധിഗമ്യ ഗുരുവിൻ്റെ അനുജ്ഞയെ അധിഗമ്യ സ്വീകരിച്ചിട്ട് ലഭിച്ചിട്ട് നേടിയിട്ട് ഹരം സമാരാധയിതും യഥാത്മാ. ശിവനെ ആരാധിക്കുന്നതിനായിട്ട് യഥാത്മാ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചുറപ്പിച്ച മനസ്സോടുകൂടിയവനായിട്ട് തീരുമാനിച്ചുറപ്പിച്ചവനായിട്ട് ധനഞ്ജയ തത്ര തപശ്ചകാര. ധനഞ്ജയൻ അവിടെ തപസ് ചെയ്തു. അവിടെ ഭൂയഹ എന്നൊരു വാക്ക് വിട്ടുപോയതല്ല, അത് പറയാം. ഭൂയഹ എന്നുള്ളതിന് വീണ്ടും എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ പിന്നീട് അർത്ഥം എടുക്കണം. അതായത് അർജുനന് യുധിഷ്ഠിരൻ അനുവാദം കൊടുത്ത് നീ ശരി പോയിട്ട് വരൂ, ശിവനെ ആരാധിച്ച് തപസ് ചെയ്ത് വരം നേടി പാശുപതാസ്ത്രമൊക്കെ നേടിയിട്ട് വരുമെന്നുള്ള അനുവാദം കൊടുത്തതിന് ശേഷം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഭൂയഹ. അപ്പോൾ നമുക്ക് ആദ്യം ഭൂയഹ എന്ന് എടുക്കണം. ഭൂയഹ ഗുരോഹോ അനുജ്ഞാമധിഗമ്യ. ഗുരുവിൻ്റെ അനുമതി നേടിയിട്ട് യഥാത്മാ നിശ്ചയിച്ചുറച്ച മനസ്സോടുകൂടിയ ധനഞ്ജയൻ കൈലാസഗിരേഹ സമീപം കൈലാസപർവ്വതത്തിന് സമീപത്ത് സമേത്യ എത്തിയിട്ട് ഹരം സമാരാധയിതും ശിവനെ ആരാധിക്കുവാൻ തപശ്ചകാര അവിടെ തപസ് അനുഷ്ഠിച്ചു എന്നാണ് അർത്ഥം. നമുക്ക് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഗുരോരനുജ്ഞാമധിഗമ്യ ഭൂയഃ സമേത്യ കൈലാസഗിരേ സമീപം ഹരം സമാരാധയിതും യദാത്മാ ധനഞ്ജയസ്തത്ര തപശ്ചകാര. പദച്ഛേദം 3 അവിടെ കൊടുത്തിട്ടുണ്ട്. 3 തന്നെ ഉള്ളൂ ഇതിൽ. ഗുരോരനുജ്ഞാമധിഗമ്യ. ഗുരോഹോ അധികം അനുജ്ഞാമധികം അധിഗമ്യ. ധനഞ്ജയസ്തത്ര ധനഞ്ജയഹാധികം തത്ര തപശ്ചകാര തപഹചകാര തപസ്സിനെ ചെയ്തു. അപ്പോൾ പിന്നെ വിഗ്രഹവാക്യം കൊടുത്തിരിക്കുന്ന കൈലാസഗിരേഹേ. കൈലാസം എന്ന ഗിരി, അതായത് കൈലാസഹ ഇതി ഗിരിഹി കൈലാസഗിരിഹി. കൈലാസം എന്ന ഗിരി. ഇപ്പോൾ ഗിരേഹേ സമീപം എന്നാണല്ലോ. അപ്പോൾ ഗിരിയുടെ എന്ന് അർത്ഥം കിട്ടാൻ തസ്യ ഷഷ്ടി വിഭക്തി ആക്കണം. അങ്ങനെയാണ് കൈലാസഗിരേഹേ എന്നുള്ള വാക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി അന്വയക്രമം മനസ്സിലായല്ലോ. പുസ്തകത്തിലുണ്ട് താനും. ഭൂയഃ ഗുരോഹോ അനുജ്ഞാമധിഗമ്യ യഥാത്മാ ധനഞ്ജയഃ കൈലാസഗിരേഹ സമീപം സമേത്യ ഹരം സമാരാധയിതും തത്ര തപശ്ചകാര. ഭാവാർത്ഥം നോക്കാം. അനന്തരം ജ്യേഷ്ഠസ്യ അനുമതിം സ്വീകൃത്യ പ്രയത്നശാലി അർജുനഃ. അനന്തരം ജ്യേഷ്ഠൻ്റെ അനുവാദം നേടിയിട്ട് പ്രയത്നശാലിയായ അർജുനൻ. അവിടെ യഥാത്മാ എന്നുള്ള വാക്കിന് പ്രയത്നശാലി എന്നുള്ളതിനേക്കാൾ കൂടുതൽ യോജിക്കുന്ന അർത്ഥം തീരുമാനിച്ചുറച്ച മനസ്സോടുകൂടിയവൻ ആയിട്ട് അർജുനഃ കൈലാസപർവ്വതസ്യ സമീപം പ്രാപ്യ. അർജുനൻ കൈലാസപർവ്വതത്തിൻ്റെ അടുത്തെത്തി പരമേശ്വരം ആരാധും പരമേശ്വരനെ ആരാധിക്കുവാൻ തപശ്ചകാര തപസ് ചെയ്തു. ഇവിടെ കോശഹ എന്ന് പറഞ്ഞ പര്യായപദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗിരിഹി പർവ്വതം എന്നർത്ഥമാണ്. അപ്പോൾ ആദ്യം തന്നെ പർവ്വതഹ എന്നുള്ളത് എഴുതാം. പിന്നെ അദ്രിഹി പർവ്വതഹ അദ്രിഹി, പിന്നെ ഗിരിഹി, പിന്നെ അചലഹ, പിന്നെ ശൈലഹ ശിലോച്ചയഹ. അത്രയും വാക്കുകൾ എളുപ്പത്തിലുള്ള ഞാൻ പറഞ്ഞു തന്നു. ശ്രദ്ധിച്ച് കേട്ടോളുക. ക്ലാസ് കേൾക്കുമ്പോൾ ഈ പര്യായപദങ്ങൾ എഴുതിയേക്കണം. ഗിരിഹി എന്നുള്ളതിന് പകരം അദ്രിഹി,
അചലഹ, ശൈലഹ, ശിലോച്ചേഹ, പർവ്വതഹ. പർവ്വതം എന്നുള്ള നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരും. അപ്പോൾ ആദ്യം പർവ്വതഹ എന്ന് എഴുതാം, പിന്നെ അദ്രിഹി, പിന്നെ ഗിരിഹി. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ വാക്കും എഴുതേണ്ട, എളുപ്പമുള്ളത് ഞാൻ പറഞ്ഞു തന്നാണ്. പർവ്വതഹ, അദ്രിഹി, ഗിരിഹി. ആ ഗിരി നമുക്കിവിടെ ഉണ്ട്, ഗിരി. പിന്നെ അചലഹ, ചലിക്കാത്തവൻ. ശൈലഹ, ശിലകളുള്ളവൻ. ശിലോച്ചേഹ, ഇതൊക്കെ ഈ 5 എഴുതിയാൽ മതി. പിന്നെ ഹരഹ, ശിവന്റെ പര്യായപദങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഹരഹ, ഭർഗഹ, ത്രയംബകഹ, ത്രിപുരാന്തകഹ. സ്മരഹരഹ എന്നുള്ളത് വേണമെങ്കിൽ എഴുതിയാൽ മതി. ഹരഹ എന്നുള്ളിടത്ത് ശിവഹ എന്ന് എഴുതാം, പിന്നെ ഭർഗഹ എന്ന് എഴുതാം. ത്രയംബകഹ, 3 കണ്ണുള്ളവൻ എന്നാണ്. ത്രീണി അംബകാനി യസ്യസഹ ത്രയംബകഹ എന്നാണ്. ത്രയംബകഹ, ത്രിപുരാന്തകഹ, ത്രിപുരന്മാരെ അസുരന്മാരെ ഹനിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഹരഹ, ശിവഹ, ഭർഗഹ, ത്രിപുരാന്തകഹ, ത്രയംബകഹ, ഇതൊക്കെ എഴുതാം. പിന്നെയും ധാരാളം പര്യായപദങ്ങൾ ശിവനുണ്ട്. ഇനി നാമരൂപങ്ങളുടെ കാര്യങ്ങൾ. ഗുരോഹോ എന്നുള്ളത് ഗുരു എന്ന ഉകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ ഷഷ്ടി ഏകവചനമാണ്. ഹരം എന്നുള്ളത് ഹരഹ എന്നുള്ള അകാരാന്ത പുല്ലിംഗത്തിൻ്റെ ദ്വിതീയ ഏകവചനമാണ്. ചകാര എന്നുള്ള ക്രിയാപദം കൃഞ്ഞ് ധാതുവിൻ്റെ ലിട്ടിലെ പരസ്മൈപദത്തിലെ പ്രഥമപുരുഷ ഏകവചനമാണ്. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ശ്ലോകത്തിൻ്റെതായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഇനി അർജുനൻ്റെ തപസ് തുടർന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ. ഫലേന പർണേന ജലേന വായുന സ്ഥിതിം ശരീരസ്യ സകൽപ്പയൻ ക്രമാത് ഉപോഢകാർഷ്യോ അധിക നിർമ്മലോന്വഹം ബഭൂവ പക്ഷേ ബഹുളേ യഥാ ശശി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തപസ് തുടങ്ങിയ സമയത്ത് പഴങ്ങളൊക്കെ കഴിക്കുമായിരുന്നു, പിന്നീട് ഇലകൾ മാത്രം കഴിച്ചു, പിന്നെ വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചു, പിന്നെ ശ്വസിക്കുക മാത്രം ചെയ്തു. അതാണ് വായുന. അങ്ങനെ ക്രമത്തിൽ ശരീരസ്യ സ്ഥിതിം കൽപ്പയൻ, ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് ഉപോഢകാർഷ്യ, കാർഷ്യം എന്ന് പറഞ്ഞാൽ കൃശമാകുന്ന അവസ്ഥ. കൃശമാവുക എന്ന് പറഞ്ഞാൽ മെലിയുക എന്നർത്ഥമാണ്. ഉപോഢകാർഷ്യ, വർദ്ധിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ മെലിച്ചിന്. ശരീരം ഇങ്ങനെ ക്ഷീണിച്ചു വന്നു. ക്ഷീണിക്കാൻ മീൻസ് ബലം കുറഞ്ഞു എന്നല്ല കേട്ടോ, ശരീരം ശോഷിച്ചു വന്നു. അതാണ് ഉപോഢകാർഷ്യ. ശോഷിച്ചു വരുന്ന ശരീരത്തോടു കൂടിയവനായിട്ട്. അധികം നിർമ്മലനായി അദ്ദേഹം. അതായത് മനസ്സിലെ യാതൊരു ചീത്ത വികാരങ്ങളുമില്ലാതെ മനസ്സൊക്കെ അദ്ദേഹത്തിൻ്റെ നിർമ്മലമായിട്ട്. അന്വഹം, ദിവസം തോറും. അഹനിയാണ് അന്വഹം, ഓരോ ദിവസവും. ദിനം പ്രതി എന്നർത്ഥം. ദിനം പ്രതി അധിക നിർമ്മലനായി. ആരെപ്പോലെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബഭൂവ പക്ഷേ ബഹുളേ യഥാ ശശി. ബഹുളേ എന്ന് പറഞ്ഞാൽ, ബഹുളേ പക്ഷേ എന്ന് പറഞ്ഞാൽ കൃഷ്ണപക്ഷത്തിൽ ചന്ദ്രൻ ഇങ്ങനെ ചെറുതായി അവസാനം കൂരിരുട്ടായി മാറുമല്ലോ കൃഷ്ണപക്ഷത്തിൽ. അപ്പോൾ കൃഷ്ണപക്ഷത്തിൽ ഓരോ ദിവസവും ചെറുതായിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രനെ പോലെ അർജുനൻ്റെ തപസ് വലുതാകും തോറും, തപസ് ഇങ്ങനെ ഗാഠമാകും തോറും തപസ് മുന്നേറിക്കൊണ്ടിരിക്കുക. അർജുനൻ കൃശനായി, മെലിഞ്ഞു, നിർമ്മലനായി, മനസ്സുകൊണ്ട് എല്ലാ തരത്തിലുള്ള ചീത്ത ചിന്തകളും മാറി. അങ്ങനെ കറുത്തപക്ഷത്തിലെ ചന്ദ്രനെ പോലെ ദിവസം പ്രതി അദ്ദേഹം മെലിഞ്ഞു വന്നു എന്നർത്ഥം. ശ്ലോകം ഒന്നുകൂടെ ചെല്ലാം. ഫലേന പർണേന ജലേന വായുന സ്ഥിതിം ശരീരസ്യ സകൽപ്പയൻ ക്രമാത് ഉപോഢകാർഷ്യോ അധിക നിർമ്മലോന്വഹം ബഭൂവ പക്ഷേ ബഹുളേ യഥാ ശശി. പദച്ഛേദം. ഉപോഢകാർഷ്യോ അധിക നിർമ്മലോന്വഹം. ഉപോഢകാർഷ്യ അധിക നിർമ്മലക അന്വഹം. പിന്നെ വിഗ്രഹം. ഉപോഢകാർഷ്യ, ഉപോഢം കാർഷ്യം യസ്യ സഹ. വർദ്ധിച്ചു വരുന്ന കൃശാവസ്ഥ, മെലിഞ്ഞ അവസ്ഥ ആർക്കാണോ അയാൾ. അധിക നിർമ്മലഹ, അധികതയാ നിർമ്മലഹ, അങ്ങേയറ്റം നിർമ്മലനായി. അന്വഹം, അഹനി. അഹസ് എന്ന് പറഞ്ഞാൽ പകലെന്നാണ്, ഓരോ ദിവസം എന്നർത്ഥം. അപ്പോൾ ഓരോ ദിവസവും. ദിനേ എന്നർത്ഥം. നമുക്ക് അന്വയക്രമത്തിലേക്ക് കിടക്കാം. ശ്ലോകം ഒന്നുകൂടെ ചൊല്ലിയിട്ട്. ഫലേന പർണേന ജലേന വായുന സ്ഥിതിം ശരീരസ്യ സകൽപ്പയൻ ക്രമാത്. അർജുനൻ ക്രമത്തിൽ. ഫലേന പർണേന ജലേന വായുന ച ശരീരസ്യ സ്ഥിതിം കൽപ്പയൻ.
അർജുനൻ്റെ തപസ് ക്രമത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരികയായിരുന്നു. ആദ്യമൊക്കെ പഴങ്ങളൊക്കെ കഴിക്കുമെങ്കിലും പിന്നീട് ഇലകൾ മാത്രമായി കഴിക്കില്ല, പിന്നെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് തപസ് ചെയ്തു, പിന്നെ അതും കുടിക്കാതെ ശ്വസിക്കുക മാത്രം ചെയ്തുകൊണ്ടും തപസ് ചെയ്ത് ഉപോഢകാർശ്യ മെലിഞ്ഞ് കുറേ 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 ഇങ്ങനെ മെലിഞ്ഞു. അതായത് ദേഹത്തിൻ്റെ കാർശ്യം, കൃശാവസ്ഥ, ശരീരം ശോഷിക്കുന്ന അവസ്ഥ വർദ്ധിച്ചു വരികയായിരുന്നു. മാത്രമല്ല അധികം നിർമ്മലഹ അന്വകം ഓരോ ദിവസവും ഇങ്ങനെ ആയിട്ട് ബഹുളേ പക്ഷേ യഥാ ശശി തഥാ ബഭൂവ. കൃഷ്ണപക്ഷത്തിൽ ചന്ദ്രൻ എങ്ങനെയാണോ അങ്ങനെ ദിവസവും അദ്ദേഹം മെലിഞ്ഞു വന്നു എന്നർത്ഥം. അന്വയം നോക്കാൻ ഫലേന ഫലമാത്രേണ പഴങ്ങൾ കൊണ്ട് മാത്രം, പർണേന പത്രേണ ഇലകൾ കൊണ്ട് മാത്രം, ജലേന വായുന വെള്ളം കൊണ്ടും വായു കൊണ്ടും, ക്രമത്തിൽ ശരീരസ്യ സ്ഥിതിം കൽപ്പേൻ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം അർജുനൻ അന്വകം ഓരോ ദിവസവും ബഹുളേ പക്ഷേ ഉപോഢകാർശ്യ ശശീയഥ കൃഷ്ണപക്ഷത്തിൽ നേർത്തു വരുന്ന ശശി ചന്ദ്രൻ എങ്ങനെയാണോ തഥാ അധിക നിർമ്മല ബഭൂവ അങ്ങനെ അധികം നിർമ്മലനായി തീർന്നു. ഭാവാർത്ഥം നോക്കാം. ഫലേന പഴങ്ങൾ കൊണ്ട്, പർണേന ഇലകൾ കൊണ്ട്, ജലേന ജലം കൊണ്ട്, വായുന വായു കൊണ്ട് ക്രമേണ ശരീരസ്യ അവസ്ഥാം ക്രമീകുറുവൻ ഇങ്ങനെ ശരീരത്തിൻ്റെ അവസ്ഥയെ ക്രമീകരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം. ദിവസവും കുറച്ച് ദിവസം പഴങ്ങൾ മാത്രം കഴിച്ചു, പിന്നെ കുറച്ച് ദിവസം ആ പഴങ്ങളും വേണ്ടാന്ന് വെച്ചു, ഇലകൾ ഭക്ഷിച്ചു, പിന്നെ അതും വിട്ടിട്ട് വെള്ളം മാത്രം കുടിച്ച് കുറച്ച് ദിവസം തപസ് ചെയ്തു, പിന്നീട് അതും വിട്ടു. അതിന് അദ്ദേഹം ശ്വസിക്കുക മാത്രം ചെയ്തു, ശ്വാസോച്ഛ്വാസം എടുക്കുക മാത്രം ചെയ്തു, വായുവിനെ മാത്രം സ്വീകരിച്ചിട്ട് അർജുനഃ കൃഷ്ണപക്ഷേ പ്രതിദിനം കൃശതാം പ്രാപ്ത കൃഷ്ണപക്ഷത്തിൽ ദിവസം തോറും മെലിഞ്ഞു വരുന്ന നേർത്തു വരുന്ന ചന്ദ്രഹൈവ ചന്ദ്രനെ പോലെ അത്യധികം നിർമ്മലഹ ജായത അങ്ങേറ്റം നിർമ്മലനായി തീർന്നു. ഇവിടെ കോശം എന്ന് പറഞ്ഞിട്ട് ശരീരത്തിൻ്റെ പര്യായപദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗാത്രം, വപുഹു, സംഹനനം, ശരീരം, വർഷ്മ, വിഗ്രഹ, കളേബരം, തനുഹു എന്ന് 2 വാക്ക് ഞാൻ കൂടുതൽ പറഞ്ഞുതരാണ്. കളേബരം എന്ന് പറഞ്ഞാലും ശരീരം എന്നാണ്, പിന്നെ തനുഹു ശരീരം തന്നെയാണ്, ദേഹ എന്ന് പറഞ്ഞാലും ശരീരം എന്നാണ്. നിങ്ങൾക്ക് എളുപ്പമുള്ളതൊക്കെ എഴുതി വയ്ക്കാം. ഗാത്രം എന്നുള്ള എളുപ്പമാണ്, വപുഹു എന്നുള്ള എളുപ്പമാണ്, പിന്നെ വിഗ്രഹ എന്നുള്ള എളുപ്പമാണ്, ശരീരം കൂടെ ഉള്ളതാണ്. പിന്നെ കളേബരം, തനുഹു, ദേഹ ഇത്രയും ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി ശശി എന്നുള്ളതിന് ഹിമാംശുഹു, ചന്ദ്രഹ, ചന്ദ്രമാഹ, ഹിമാംശുശ്ചന്ദ്രമാശ്ചന്ദ്രഹ, ഹിമാംശുഹു ചന്ദ്രമാഹ ചന്ദ്രഹ, ശശി, ഉടുപതിഹി, അങ്ങനെ ഒരുപാടുണ്ട്. നക്ഷത്രങ്ങളുടെ പതി എന്നുള്ള അർത്ഥത്തിൽ ഉടുപതിഹി എന്നൊക്കെ, നിശാകരഹ, നിശാപതിഹി അങ്ങനെയൊക്കെ ഉണ്ട്. ഹിമദ്യുതിഹി മഞ്ഞിൻ്റെ കാന്തിയുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ. അതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള പദങ്ങൾ സ്വീകരിച്ച് ബുക്കിൽ എഴുതി വെച്ച് പഠിക്കാം. പിന്നെ നാമരൂപങ്ങൾ വായുന ഉകാരാന്ത പുല്ലിംഗത്തിൻ്റെ തൃതീയ ഏകവചനമാണ്, ഗുരുണ എന്നൊക്കെ ഉള്ളത് തന്നെ. സ്ഥിതി എന്നുള്ളത് സ്ഥിതി എന്നുള്ള പദം ഇകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്, ദ്വിതീയ ഏകവചനമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ബഭുവ എന്നുള്ള ക്രിയാപദവും കൂടെ ഉണ്ട്. ഭൂ ധാതുവിൻ്റെ ലിട്ട് ലകാരത്തിലെ പരസ്മൈപതിയാണ്. ലിട്ട് എന്ന് പറയുന്നത് ഭൂതകാല ക്രിയയുടെ പേരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ശ്ലോകം കൂടെ നോക്കാം. ഇനി ഉദഗ്രതേജോഭിഹതൈർമഹർഷിഭിർനിവേദിതേ താദൃശി സവ്യസാജിനി തപശ്ചരന്തം തമനന്യദേവതം വിജ്ഞാപയാമാസ ഗിരീശമംബികാ. ഉദഗ്രതേജോഭിഹതൈഃ മഹർഷിഭിഃ നിവേദിതേ താദൃശി സവ്യസാജിനി തപശ്ചരന്തം തമനന്യദേവതം വിജ്ഞാപയാമാസ ഗിരീശമംബികാ. സവ്യസാജിനി താദൃശി സവ്യസാജിനി, അതായത് സവ്യസാചി എന്നുള്ളത് അർജുനൻ ആ തരത്തിലുള്ളവനാണ് എന്ന്, അതായത് അത്തരത്തിൽ കൊടും തപസ്സനുഷ്ഠിക്കുകയാണ് അർജുനൻ എന്നുള്ള കാര്യം മഹർഷിഭിഹി നിവേദിതേ മഹർഷിമാർ അറിയിച്ചപ്പോൾ, അവിടെ താദൃശി സവ്യസാചിനി നിവേദിതേ എന്നുള്ളത് സതിസപ്തമി പ്രയോഗം എന്നൊക്കെ പറയും. നിങ്ങൾ 8ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ള സതിസപ്തമി പ്രയോഗത്തെക്കുറിച്ച് നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനൊന്ന് പറയാം. കോംപ്ലക്സ് സെൻറ്റൻസ് ഒക്കെ വരുമ്പോൾ ഒരു പ്രധാന വാക്യവും ഒരു അപ്രധാന വാക്യവും ഉണ്ടാവും. അപ്പോൾ പ്രധാന വാക്യത്തിലെ ക്രിയയുടെ സമയത്തെ കാണിക്കാൻ
അപ്രധാന വാക്യത്തിലെ കർത്തൃപദവും ക്രിയാപദവും സപ്തമിയിൽ വരും. സൂര്യൻ അസ്തമിച്ചപ്പോൾ ബാലകൻ വീട്ടിൽ പോയി. അപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്നുള്ളത് ഒരു വാചകം. പിന്നെ ബാലകൻ വീട്ടിൽ പോയി, അതിൽ ബാലകൻ വീട്ടിൽ പോയി എന്നുള്ളതാണ് പ്രധാന വാക്യം. അപ്പോൾ ബാലകൻ വീട്ടിൽ പോയത് എപ്പോഴാണെന്ന് കാണിക്കാൻ നമ്മൾ സൂര്യേ അസ്തംഗതേ, കർത്തൃപദമായിട്ടുള്ള സൂര്യശബ്ദം സപ്തമിയിലാണ്, അസ്തംഗത എന്നുള്ള ക്രിയാപദവും സപ്തമിയിൽ പ്രയോഗിച്ചു. സൂര്യേ അസ്തംഗത എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ എന്നർത്ഥമാണ്. ബാലകഥ ഗൃഹമകച്ചതിന് സതിസപ്തമി, ഭാവലക്ഷണ സപ്തമി എന്നൊക്കെ പറയും. നേരിട്ടുള്ളൊരു ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്കത് ബോർഡിലൊക്കെ എഴുതിയിട്ടൊന്ന് മനസ്സിലാക്കി തരാൻ പറ്റുമായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായിരിക്കുന്നത്. ഇവിടെ താദൃശി സവ്യസാജിനി നിവേദിതേ, സവ്യസാജി ആ തരത്തിലാണ്, അതങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മഹർഷിഭി നിവേദിതേ, മഹർഷിമാരറിയിച്ചപ്പോൾ. എങ്ങനെയുള്ള മഹർഷിമാരാണ്? ഉദഗ്ര തേജോഭിഗതൈഹി, വർദ്ധിച്ച തേജസ്സോടുകൂടിയ മഹർഷിമാർ അർജുനനെ സന്ദർശിക്കുകയുണ്ടായി. അവരുടെ തേജസ്സിനെ പോലും മറികടക്കുന്ന തരത്തിലുള്ള ഒരു തേജസ്സോട് കൂടിയിട്ടാണ് അവിടെ നമ്മുടെ അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിശയം തോന്നിയിട്ട്, അയ്യോ ഇവിടെ കൈലാസത്തിന് സമീപത്ത് ഒരാൾ തപസ് ചെയ്യുന്നുണ്ട്, എന്തൊരു തേജസ്സാണെന്നറിയാവോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചുകൊണ്ട് മഹർഷിമാർ പറഞ്ഞു. ആരോടാ പറഞ്ഞത്? ആരോടാണ്? അംബികയാണ് ആദ്യം അറിയിച്ചത്. അംബിക അറിയിച്ചു എന്നല്ല, അംബികയെ അറിയിച്ചു. അതായത് പാർവതി ദേവിയോടാണ് ഈ മഹർഷിമാർ വന്ന് പറഞ്ഞത്. ആ സമയത്ത് പറഞ്ഞപ്പോൾ പാർവതി ദേവി തപശ്ചരന്തം തം അനന്യദൈവതം, മറ്റൊരു ദൈവത്തെയും ആരാധിക്കാതെ ശിവനെ മാത്രം ആരാധിക്കുന്ന അർജുനനെ കുറിച്ച് ഗിരീശം വിജ്ഞാപയാമാസ, ഗിരീശനോടറിയിച്ചു. ഗിരികളുടെ ഈശനായ കൈലാസപർവ്വതത്തിൽ വസിക്കുന്നവൻ, കൈലാസപർവ്വതത്തിൻ്റെ നാഥൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഗിരീശൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗിരീശൻ എന്നുള്ളതിന് വേറെയും ഗിരികളുടെ ഈശൻ, ഹിമാലയം എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഗിരിശഹ എന്ന ഹ്രസ്വത്തിൽ ആണ് ഉപയോഗിച്ചെങ്കിൽ ഗിരൗ ശേതേ, ഗിരിയിൽ ശയിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അത് ശിവനാകും. ഗിരിശഹ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ഗിരീശഹ എന്ന് പറഞ്ഞാൽ കൈലാസപർവ്വതത്തിൻ്റെ നാഥൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗിരീശനോട് അംബിക വിജ്ഞാപയാമാസ അറിയിച്ചു. ആരെക്കുറിച്ചാണ് അറിയിച്ചത്? അനന്യദൈവതം തപശ്ചരന്തം തം, മറ്റൊരു ദൈവങ്ങളെ ആരാധിക്കാതെ ശിവനെ മാത്രം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തം, അർജുനനെ കുറിച്ച് നമ്മുടെ അർത്ഥം നമ്മൾ കൂട്ടിച്ചേർക്കണം. അർജുനനെ കുറിച്ച് അംബിക ഗിരീശം വിജ്ഞാപയാമാസ, പാർവതി ശിവനോട് പറഞ്ഞു. എപ്പോഴാണത് പറഞ്ഞത്? ഉദഗ്ര തേജോഭിഹതൈർ മഹർഷിഭി, ഉഗ്ര തേജസ്വികളായ മഹർഷിമാരാൽ സവ്യസാജിനി താദൃശി നിവേദിതേ, സവ്യസാജി ഇങ്ങനെ തപസ് ചെയ്യുകയാണ് എന്ന് ആ മഹർഷിമാർ അംബികയെ അറിയിച്ചപ്പോൾ അംബിക അത് ശിവനോട് പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിലെ അർത്ഥം. നമുക്ക് പദച്ഛേദത്തിലേക്ക് കടക്കാം. ഉദഗ്ര തേജോഭിഹതൈർ മഹർഷിഭിർ നിവേദിതേ, 4 പദങ്ങളാണ്. 4 വേണമെങ്കിൽ തിരിക്കാവുന്നേ ഉള്ളൂ 4 ഉദഗ്ര തേജോഭിഹതൈഹി എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച തേജസ്സോടുകൂടിയ ഉഗ്ര തേജസ്സുള്ളവരായ, അധികം മഹർഷിഭിഹി അധികം നിവേദിത, ഉഗ്ര തേജസ്സുള്ളവരായ മഹർഷിമാരാൽ അറിയിക്കപ്പെട്ടപ്പോൾ എന്നാണ് ആ വാക്കിന് മൊത്തത്തിലുള്ള അർത്ഥം. തം അനന്യദൈവതം, തം പ്ലസ് അനന്യദൈവതം, തം അനന്യദൈവതം, ഗിരീശം അംബിക, ഗിരീശം അധികം അംബിക, തപശ്ചരന്തം, തപഹ ചരന്തം. അവിടെ പദച്ഛേദം ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. തപശ്ചരന്തം, തപസ് ചെയ്യുന്നവനായ എന്ന് കിട്ടിക്കോളും മീനിങ്. ഇനി വിഗ്രഹവാക്യങ്ങളിലേക്ക് കിടക്കാം. ഉദഗ്ര തേജോഭിഗതൈഹി, ഉദഗ്രൈഹി തേജോഭിഹി അഭിഗതൈഹി, ഉഗ്ര തേജസ്സുള്ളവരായ. പിന്നെ സവ്യസാജിനി, സവ്യേനാവി സജതി ഇതി സവ്യസാജി, വാമഹസ്തേന ഇടത് കൈ കൊണ്ട് പലതും ചെയ്യുന്ന ആൾ, അതാണ് സവ്യസാജി. അർജുനൻ ഇടത് കൈയ്യനായിരുന്നിരിക്കണം. ഇനി അനന്യദൈവതം, അനന്യം ദൈവതം യസ്യ സഹ, മറ്റൊരു ദൈവവും ഇല്ലാത്തവൻ, ശിവനെ ഒഴിച്ച് മറ്റാരെയും ആരാധിക്കാത്തവൻ, അതാണ് അനന്യദൈവത. തം, അങ്ങനെയുള്ള അതിൻ്റെ ദ്വിതീയ തം നേർക്കുമുണ്ട്. മഹർഷിഹി മഹാൻ ച സൗർഷിഹി ച, ആ വിഗ്രഹം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് വരാൻ കൂടുതൽ സാധ്യതകളാണ്. ഗിരീശം, ഗിരേഹേ ഈശഹ ഗിരീശഹ, ഗിരിയുടെ ഈശൻ ഗിരീശൻ. തം. ഇനി അന്വയക്രമം നോക്കാം. ഉദഗ്ര തേജോഭിഹതൈഹി മഹർഷിഭിഹി താദൃശി സവ്യസാജിനി നിവേദിതേ, ഉഗ്രതേജസ്വികളായ മഹർഷിമാരാൽ
അർജുനൻ അങ്ങനെ തപസ് ചെയ്യുകയാണ് എന്നുള്ള വിവരം നിവേദിതയെ അറിയിക്കപ്പെട്ടപ്പോൾ തപശ്ചരന്തം അനന്യദൈവതന്തം, ഇങ്ങനെ ഒരാൾ അർജുനനോട് തപസ് ചെയ്യുന്നുള്ളൂ, മറ്റൊരു ദൈവത്തെയും ആരാധിക്കുന്നില്ല എന്നുള്ള കാര്യം അങ്ങനെയുള്ള അർജുനനെ കുറിച്ച് അംബികാ ഗിരീശം വിജ്ഞാപയാമാസ, പാർവതീദേവി ശിവനോട് അറിയിച്ചു. ഉഗ്രതപസ്സഹ മുനിശ്രേഷ്ഠാഹ, തപസ്സികളായ മുനിശ്രേഷ്ഠന്മാര് അർജുനസ്യ കഠിനം തപശ്ചരണം, അർജുനന്റെ കഠിനമായ തപസ്സിനെ പാർവതീദേവിയും സൂചിതവന്തഹ, പാർവതീദേവിയോട് അറിയിച്ചു. സാജദേവി, ആ ദേവിയാകട്ടെ അനന്യദേവതാ നിരപേക്ഷം, മറ്റു ദൈവങ്ങളെ ആരാധിക്കാത്തവനായ, ശിവനെ മാത്രം ആരാധിക്കുന്നവനായ, തപശ്ചരന്തം തപസ് ചെയ്യുന്നവനായ തം അർജുനം അധികൃത്യ, അർജുനനെ കുറിച്ച് ശിവായ നിവേദയത്, ശിവനോട് അറിയിച്ചു. ശിവ എന്ന് വിളിച്ചു കാണൂല കേട്ടോ. ആര്യപുത്ര, ഇങ്ങനെ ഒരു മനുഷ്യൻ അർജുനൻ എന്ന പേരാണെന്ന് പറയണ കേട്ടു. നമ്മുടെ കൈലാസത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ട് അയാൾ വേറെ ആരെയും ആരാധിക്കുന്നില്ല, അങ്ങേ മാത്രം തപസ് ചെയ്യുകയാണ്, വേണ്ടതെന്നാന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം എന്ന് ഒക്കെ പാർവതി പറഞ്ഞിരിക്കാം. ഇനി അംബിക എന്നുള്ള വാക്കിൻ്റെ പര്യായം അവർണ, പാർവതി, ദുർഗ, മൃഡാനി, ചണ്ഡിക. അപ്പോൾ നിങ്ങൾ എളുപ്പമാണ്, അപ്പോൾ അത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നാമരൂപങ്ങൾ മഹർഷിഭിഹി, ഇകാരാന്ത പുല്ലിംഗം, മഹർഷി ശബ്ദ തൃതീയ ബഹുവചനം, കവിഭിഹി, രവിഭിഹി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇകാരാന്ത പുല്ലിംഗത്തിൻ്റെ തൃതീയ ബഹുവചനം. മഹർഷിമാരാൽ, കവികളാൽ എന്നൊക്കെ പറയുന്ന പോലെ. സവ്യസാജിനി, സവ്യസാജിനോ, സവ്യസാജിനഹ എന്നാണ് രൂപം ചൊല്ലുന്നത്. നകാരാന്ത പുല്ലിംഗമാണ്, അതിൻ്റെ സപ്തമി ഏകവചനമാണ്. ഗിരീശം, ഗിരീശഹ എന്നുള്ള അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ ദ്വിതീയ ഏകവചനം. വിജ്ഞാപയാമാസ എന്നുള്ള ക്രിയ വി എന്ന ഉപസർഗത്തോടുകൂടി ജ്ഞാധാതുവിൻ്റെ ലിട്ടിലെ രൂപമാണ്. അപ്പോൾ ലിട്ട് ലകാരമാണ് നിങ്ങൾ ഈ പദ്യത്തിൽ 3 പഠിച്ചത്. ഓക്കെ, നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാഠഭാഗസ്ഥാനി പദ്യാനി താളലയാനുസാരം ആലപത്, പാഠഭാഗത്തിലെ പദ്യങ്ങൾ താളം ലയം എന്നിവയോടുകൂടി ആലപിക്കണം. നിങ്ങൾ നല്ല പാട്ടുകാരൊക്കെ ആയിരിക്കും, നല്ലോണം ചൊല്ലുന്നുണ്ടാവും. വേണമെങ്കിൽ ഞാനൊന്നുകൂടി ചൊല്ലിയിടാം. ഗുരോരനുജ്ഞാമധിഗമ്യ ഭൂയഃ സമേത്യ കൈലാസഗിരേഃ സമീപം ഹരം സമാരാധയിതും യദാത്മാ ധനഞ്ജയസ്തത്ര തപശ്ചകാര. ഫലേന വർണ്ണേന ജലേന വായുനാ സ്ഥിതിം ശരീരസ്യ സകൽപ്പയൻ ക്രമാത് ഉപോഢകാർഷ്യോ അധിക നിർമ്മലോന്വഹം ബഭൂവ പക്ഷേ ബഹുളേ യഥാ ശശി. ഉദഗ്രതേജോഭിഹതൈർമഹർഷിഭിർനിവേദിതേ താദൃശി സവ്യസാജിനി തപശ്ചരന്തം തമനന്യദൈവതം വിജ്ഞാപയാമാസ ഗിരീശമംബിക. ഇനി ഇവിടെ പദ്യങ്ങളുടെ ഗദ്യക്രമം എന്ന് പറഞ്ഞാൽ അന്വയം പുസ്തകത്തിലുണ്ട്. ആ അന്വയം പഠിച്ച് ക്രമത്തിൽ അത് എഴുതുക. പിന്നെ പദ്യാനാം ആശയം പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പഠിച്ചു വെച്ച് എഴുതുക. ഓരോ പദ്യം എഴുതിയതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ അന്വയം, ഇപ്പോൾ പുസ്തകത്തിൽ കൊടുത്തേക്കണ പോലെ താഴേക്കല്ല, ഖണ്ഡിക പോലെ പരത്തി എഴുതിയിട്ട് അതിൻ്റെ താഴെ ഭാവാർത്ഥവും കൂടി എഴുതുക. അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയാലാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു തെറ്റുകൂടാതെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഈ ഭാവാർത്ഥവും ഈ അന്വയമൊക്കെ എഴുതുന്നതിലൂടെ നിങ്ങൾ ഭാഷ കൂടുതൽ നിങ്ങൾ മനസ്സിലേക്ക് വരികയാണ്, ഭാഷ ഉപയോഗിക്കേണ്ട രീതി. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ എഴുതി വയ്ക്കണം. പിന്നെ അനുബന്ധം പഠിത്വ പട്ടികാം പൂരയതു, അപ്പുറത്ത് അനുബന്ധം കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് പട്ടിക പൂരിപ്പിക്കാൻ. അത് നമുക്ക് വായിച്ചു നോക്കാം. അതിനിടയ്ക്ക് ഗദ്യാംശം പ്രാദേശിക ഭാഷായാം വിവർത്തയതു എന്ന് കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം വേണ്ട, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അനുബന്ധം നോക്കാം, അതിനുശേഷം ഇത് മതി. ഹൈന്ദവ ആരാധനാലയേഷു പ്രചലിത പ്രസിദ്ധ കേരളീയ കലാഭവതി കൂത്ത്. ഹൈന്ദവ ആരാധനാലയങ്ങളിൽ നടത്തപ്പെടുന്ന പ്രസിദ്ധമായ കേരളീയ കലയാണ് കൂത്ത്. അസ്യാഹ അവതാരക ഭവതി ചാക്യാരഹ, ഇതിൻ്റെ അവതാരകൻ ചാക്യാരാണ്. അതഹ ചാക്യാർ കൂത്ത് ഇത് നാംന വ്യവഹരികത, അതുകൊണ്ടാണ് ഇതിന് ചാക്യാർ കൂത്ത് എന്ന പേര് വന്നത്. പുരാണേതിഹാസാദിഷു വിദ്യമാനാഹ കഥാഹ, പുരാണങ്ങളിലും ഇതിഹാസങ്ങൾ തുടങ്ങിയവയിലുമൊക്കെ കാണപ്പെടുന്ന കഥകൾ സവിസ്തരം പ്രതിപാദയതി ചാക്യാരഹ, വിസ്തരിച്ച് പ്രതിപാദിക്കുകയാണ് ചാക്യാർ.
വാചിക ആംഗിക സാത്വിക ആഹാര്യ ചേതി. വാചികം ആംഗികം സാത്വികം ആഹാര്യം എന്നിങ്ങനെ ചതുർവിധാഭിനയ, ഈ 4 വിധാഭിനയങ്ങൾ കലാരൂപേസ്മിൻ പ്രയുജ്യന്തേ, ഈ കലാരൂപത്തിൽ പ്രയോഗിക്കുന്നു. വാചികം എന്ന് പറഞ്ഞതിൻ്റെ സാഹിത്യം, ആംഗികം അംഗങ്ങൾ കൊണ്ടുള്ള അഭിനയം, സാത്വികം മുഖഭാവം കൊണ്ടുള്ള അഭിനയം, ആഹാര്യം വേഷഭൂഷാദികൾ, ഇങ്ങനെ 4 തരത്തിലുള്ള പ്രത്യേകതകൾ ഇതിലുണ്ടെന്നർത്ഥം. 4 വിധത്തിലുള്ള അഭിനയമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ചാക്യാരഹ പ്രേക്ഷകാനവി, ചാക്യാര് പ്രേക്ഷകരെയും കഥാപാത്രത്വേന പരികൽപ്പിയ, കഥാപാത്രങ്ങളാക്കി സങ്കല്പിച്ചിട്ട് മനുഷ്യസാധാരണാനി ദൗർബല്യാനി, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന ദൗർബല്യങ്ങളെ സമകാലിക സമസ്യാഘാച്ച, സമകാലിക പ്രശ്നങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് സരസയാ രീത്യ, സരസമായ രീതിയിൽ അങ്കുലീ നിർദ്ദേശകപൂർവകം പ്രസ്തൗതി, അതായത് സദസ്സിലിരിക്കുന്ന ആളുകളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് കഥയൊക്കെ പറയുക. ചാക്യാരസ്യ ഹാസ്യപ്രയോഗ സാമർഥ്യം, ചാക്യാരുടെ ഹാസ്യപ്രയോഗ സാമർഥ്യം ആക്ഷേപഹാസ്യപ്രധാനേ അസ്മിൻ കലാരൂപേ, ആക്ഷേപഹാസ്യപ്രധാനമായിട്ടുള്ള ഈ കലാരൂപത്തിൽ വിശേഷത പ്രസ്താവമർഹതി, വിശേഷിച്ച് പറയേണ്ടതുണ്ട്. അതായത് ആക്ഷേപഹാസ്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അതിലെ ദോഷങ്ങൾ കണ്ടെത്തിയിട്ട് അത് ശകാരിക്കുന്ന രീതിയിൽ, ശകാരിക്കുകയാണെന്ന് തോന്നാനും പാടില്ല, കളിയാക്കിക്കൊണ്ട് പറയുന്നതിനാണ് ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂത്തൊക്കെ കാണുന്ന ആളുകൾക്ക് തങ്ങളുടെ മനസ്സിലുള്ള സ്വഭാവ സവിശേഷതകൾ, മോശപ്പെട്ട സ്വഭാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഈ കൂത്ത് കാണുമ്പോൾ പ്രയോജനപ്പെടും. അത് എന്നെ നോക്കിയാണ് പറഞ്ഞത് എന്ന് എല്ലാവർക്കും തോന്നുന്നതാണ്. ദീപാലങ്കൃതം രംഗം പ്രാപ്യ, വിളക്കൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള രംഗത്തേക്ക് വന്നിട്ട് നമ്പ്യാരെ മിഴാവു നാമകേ വാദ്യ, മിഴാവെന്ന വാദ്യത്തിൽ പ്രഥമം താളക്രമം ആചരതി, ആദ്യം തന്നെ താളം കൊട്ടുന്നു. തതഹ ചാക്യാരഹ പ്രവിശ്യ, അനന്തരം ചാക്യാർ പ്രവേശിച്ചിട്ട് ചാരി ഇത് വിശ്രുതം നൃത്തമാചരതി, ചാരി എന്ന് പ്രസിദ്ധമായ നൃത്തരൂപം അവതരിപ്പിക്കുന്നു. അതൊരു നൃത്തമല്ല, ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ നടപ്പിലൂടെയും പിന്നെ അംഗവിക്ഷേപങ്ങളിലൂടെയും. പുനഃ പീഠികായാഹ അവതാരണാനന്തരം, പിന്നീട് ഒരു പീഠം കൊണ്ടുവച്ചിട്ട് അതിലിരുന്നുകൊണ്ട് ചമ്പൂഗ്രന്ഥേഭ്യ അഥവാ പ്രബന്ധേഭ്യ സ്വീകൃതാൻ, ചമ്പൂഗ്രന്ഥങ്ങളിൽ നിന്നോ പ്രബന്ധങ്ങളിൽ നിന്നോ സ്വീകരിച്ചിട്ടുള്ള എടുത്തിട്ടുള്ള ശ്ലോകാൻ വിവൃണൻ, ശ്ലോകങ്ങളെ വിവരിച്ചുകൊണ്ട് സ്വപാഠവം പ്രദർശയതി, സ്വന്തം അഭിനയ പാഠവം കാണിക്കുന്നു. ഇനി പ്രമുഖാഹ കേചന പ്രബന്ധാഹ, പ്രമുഖങ്ങളായിട്ടുള്ള കൂത്തിനുപയോഗിക്കുന്ന പ്രബന്ധങ്ങൾ: ചമ്പൂരാമായണം, പാഞ്ചാലി സ്വയംവര പ്രബന്ധ, വ്യാസോൽപത്തി പ്രബന്ധ, നിരനുനാസിക പ്രബന്ധ, കമ്പരാമായണ ചമ്പൂഹു, വാമനാവതാര പ്രബന്ധ, രാവണവധ പ്രബന്ധ, കൈലാസവർണ്ണന പ്രബന്ധ, അഹല്യാമോക്ഷ പ്രബന്ധ, ഗജേന്ദ്രമോക്ഷ പ്രബന്ധ. ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് അനുബന്ധം പഠിത്വ പട്ടികാമ്പൂരേതു എന്നുള്ളടത്ത് രാമായണ പ്രബന്ധ, രാമായണത്തെ അധികരിച്ച് എഴുതിയിട്ടുള്ള പ്രബന്ധങ്ങൾ, അത് ഇതിൽ നിന്ന് പറഞ്ഞുതരാം. ചമ്പൂരാമായണം, പിന്നെ കമ്പരാമായണ ചമ്പു, പിന്നെ രാവണവധ പ്രബന്ധം, അഹല്യാമോക്ഷ പ്രബന്ധം, ഈ 4 എണ്ണവും രാമായണ പ്രബന്ധങ്ങളാണ്. ഇനി മഹാഭാരത പ്രബന്ധങ്ങൾ നമുക്ക് നോക്കാം. പാഞ്ചാലി സ്വയംവര പ്രബന്ധം, പാഞ്ചാലി മഹാഭാരതത്തിലുള്ള കഥാപാത്രമാണല്ലോ, അപ്പോൾ ആ കോളത്തിൽ 2ാമത്തെ കോളത്തിൽ എഴുതേണ്ടതാണ് പാഞ്ചാലി സ്വയംവര പ്രബന്ധ, വ്യാസോൽപത്തി പ്രബന്ധ, ഗജേന്ദ്രമോക്ഷ പ്രബന്ധ, ഇതെല്ലാം കൈലാസവർണ്ണന പ്രബന്ധം, ഇതെല്ലാം 4 എണ്ണം അവിടെ 2ാമത്തെ കോളത്തിലും ചേർക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും അത് നോക്കി എഴുതിക്കൊള്ളുക. അത് ഇനി പട്ടികപ്പെടുത്തി അയച്ചു തരേണ്ടതെന്ന് ആവശ്യമില്ലല്ലോ. ഒന്നുകൂടി ഞാൻ പറയാം. രാമായണ പ്രബന്ധം എന്ന് പറയുന്നതിൽ ചേർക്കേണ്ടത് ചമ്പൂരാമായണം, കമ്പരാമായണ ചമ്പൂഹു, രാവണവധ പ്രബന്ധ, അഹല്യാമോക്ഷ പ്രബന്ധ, അങ്ങനെയുള്ള 4 എണ്ണം. പിന്നെ ഭാരത പ്രബന്ധത്തിൽ പാഞ്ചാലി സ്വയംവര പ്രബന്ധ, വ്യാസോൽപത്തി പ്രബന്ധ, ഗജേന്ദ്രമോക്ഷ പ്രബന്ധ, കൈലാസവർണ്ണന പ്രബന്ധ, ഈ 4 എണ്ണവും ചേർക്കാം. ഓക്കെ. ഇനി വാക്കുകളുടെ അർത്ഥം: അഭിധാനം, കഥനം, പറച്ചിൽ. അഭിവാദയെ, ഞാൻ നമസ്കരിക്കുന്നു. അക്ഷഹ, പകിടത്. നമ്മൾ മുമ്പ് പഠിച്ച പാഠത്തിലെ നാടകത്തിലെ വാക്കാണ് അക്ഷഹ. അഷ്ടാവതം, പകിടയല്ല. അഷ്ടാവതം എന്നുള്ള വാക്കിന് പകിട നിർമ്മിക്കുന്നതിനുള്ള
സാമഗ്രികൾ എന്നുള്ള അർത്ഥമാണ്. ആസനം, ഇരിപ്പിടം, പീഠം. കല്യാണഹ കുശലി, അതായത് ഭവാൻ കല്യാണഹ കിം എന്ന് വെച്ചാൽ ഭവാൻ സുഖമായിരിക്കുന്നുവോ, സുഖമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ക്ഷിപ്രം ശീഘ്രം, അതിന് വേറെയും വാക്കുകളുണ്ട്. സപതി, ഝടിതി, അങ്ങനെയുള്ള സപതിയും ഝടിതിയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അകസ്മാത് എന്നൊരു വാക്കും കൂടെ ഉണ്ട്. ഇങ്ങനെ 3 വാക്കുകളും കൂടെ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്തെഴുതാം. ഏതൊക്കെയാണ്? ക്ഷിപ്രത്തിൻ്റെ ശീഘ്രം, ഝടിതി, അകസ്മാത്, സപതി. സപതി എന്ന് എഴുതുമ്പോൾ സ പ ദാനത്തിൻ്റെ ദ ഇടതുവശത്തേക്ക് വള്ളി. പിന്നെ ഘൃണ, ദയ, അതൊക്കെ സമാനപദം എഴുതാൻ പറഞ്ഞ് ചോദിക്കാവുന്ന വാക്കുകളാണ് കേട്ടോ. ഘൃണ എന്നുള്ളത്. ചക്രവാണി കൃഷ്ണ, ചക്രം കയ്യിലുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ. ചക്രായുധ, ചക്രമായുധമായിട്ടുള്ള അതും കൃഷ്ണൻ. ജതുഗ്രഹം ലാക്ഷാഭവനം. ജതു എന്ന് പറഞ്ഞാൽ അരക്ക്, ലാക്ഷ എന്നാണ് സംസ്കൃതത്തിലെ വാക്ക്. ജനാർദ്ദന കൃഷ്ണ. ജ്യാച്ഛേദാത്, ധനുർഗുണവിച്ഛേദാത്. ജ്യ എന്ന് പറഞ്ഞാൽ ഞാൺ എന്നാണ്. വില്ലിൻ്റെ 2 അറ്റവും കൂടെ കൂട്ടിക്കിട്ടുന്ന ചരടിനാണ് ജ്യ എന്ന് പറയുന്നത്. ഞാൺ എന്ന് മലയാള വാക്ക്. അപ്പോൾ നാടകത്തിൽ പറയുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ മുറിഞ്ഞു പോയത് കൊണ്ട് പേടിച്ചു നിന്ന അർജുനനെ പോലെയല്ല ഞാൻ എന്ന നാടകത്തിൽ പറയുന്നുണ്ടല്ലോ. അതാണ് ധനുർ ഗുണവിച്ഛേദാത്. ധനുസ് വില്ല്, ഗുണം ചരട്. ധനുസിൻ്റെ ചരട് എന്ന് പറഞ്ഞാൽ വില്ലിൻ്റെ 2 അറ്റവും കൂടെ കൂട്ടിക്കെട്ടിയിരിക്കുന്ന ആ നീളത്തിലുള്ള ആ ചരടിനാണ്. ജ ഞാൻ എന്നർത്ഥം. ധനുർ ഗുണഹ എന്ന് അതിൻ്റെ മറ്റൊരു വാക്ക്. ദർപ്പഹ അഹങ്കാരഹ. ദഹന്തി ജ്വാലയന്തി, ദഹിപ്പിക്കുന്നു. ധാരാഹ പത്നി. ധാരാഹ എന്നുള്ളത് പുല്ലിംഗത്തിലെ ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. ഭാര്യ എന്നർത്ഥമാണ്. പത്നി എന്നുള്ളതിന് ജായ എന്നൊരു വാക്കുണ്ട്. അതും നിങ്ങൾക്ക് പര്യായപദമായിട്ട് ചേർക്കാം. ഈ ധാരാഹ എന്നുള്ളത് ധർമ്മധാരങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ധർമ്മപത്നി. അപ്പോൾ നിനദൈഹി ശബ്ദൈഹി. നിനദഹ, ശബ്ദഹ, നാദഹ, നിനാദഹ, അങ്ങനെ 2-3 വാക്കുകളുണ്ട്. രവഹ. അപ്പോൾ നിനദഹ എന്നുള്ളതിന് നാദഹ, രവഹ, ശബ്ദഹ, 3 പര്യായപദങ്ങൾ. വേറെയുണ്ട്. നിശാചരാഹ രക്ഷസാഹ, രാത്രിയിൽ സഞ്ചരിക്കുന്നവർ. നൃപതിഹി രാജ, രാജാവിൻ്റെ പര്യായപദങ്ങൾ നൃപഹ, ഭൂപതിഹി, ക്ഷിതിപതിഹി, ധാരാളം വാക്കുകളുണ്ട്. നൃപതിഹി, നൃപഹ, രാജ, ക്ഷിതിപതിഹി, അങ്ങനെ കുറച്ചെണ്ണം ഇഷ്ടപ്രകാരം പര്യായപദങ്ങളുടെ രാജാവ്. നൈകേ അനേകേ, പണഹ പണവസ്തു, പര്യാവരണേ അന്തരീക്ഷേ, പിതാമഹ, പിതുഹു പിതാ പിതാമഹ. പിതുഹു മാതാ എന്നാണെങ്കിൽ പിതാമഹി, അച്ഛൻ്റെ അമ്മ, പിതാമഹി. പിന്നെ മാതുഹു പിതാ, മാതാമഹ, അമ്മയുടെ അച്ഛൻ. മാതാമഹി എന്നാണെങ്കിൽ അമ്മയുടെ അമ്മ. പ്രതിവചഹ പ്രത്യുത്തരം. പ്രദർശയസി ഉപഹസസി, കളിയാക്കുന്നു, അധിക്ഷേപിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഫൽഗുനഹ അർജുനഹ. വപുഹു ശരീരം. അർജുനഹ എന്നുള്ളതിന് പാർത്ഥഹ എന്നുള്ള വാക്കുണ്ട്. പിന്നെ ഫൽഗുനഹ എന്നുള്ള വാക്കുണ്ട്. പിന്നെ വേറെ പര്യായപദങ്ങളുണ്ട്. വപുഹു ശരീരം നമ്മൾ പര്യായപദങ്ങൾ പറഞ്ഞു. ഗാത്രം, കളയബരം, തനുഹു, ദേഹ എന്നൊക്കെ. വിഷാണഹ പശുശൃംഗഹ, മൃഗത്തിൻ്റെ കൊമ്പ് എന്നാണ്. പശുശൃംഗഹ എന്ന് പറഞ്ഞാൽ, പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നർത്ഥമാണ്. നമ്മൾ മലയാളത്തിൽ പറയും പശു എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ ധേനു, ഗോവ് എന്നൊക്കെയാണ്, ഗൗഹു എന്നൊക്കെയാണ്. ഇവിടെ പശു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളൊന്ന് പശുവാണെന്ന് വിചാരിക്കരുത്. മൃഗത്തിൻ്റെ കൊമ്പിനാണ് വിഷാണഹ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശൃംഗഹ എന്ന് മാത്രം പറഞ്ഞ് കൊമ്പെന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ മരത്തിൻ്റെ കൊമ്പാണെന്നൊക്കെ വിചാരിക്കുമല്ലോ, അതുകൊണ്ടാണ്. ശ്രോതവ്യഹ, ശ്രോതും യോഗ്യഹ, കേൾക്കേണ്ടത്. സംഖ്യം എന്ന് പറഞ്ഞ യുദ്ധം. സമീരണഹ പവനഹ, കാറ്റ്. അനിലഹ വായുഹു, വാതഹ എന്നൊക്കെ അതിന് പര്യായപദമുണ്ട്. ഹരിതാംശുകം, ഹരിതകമ്പളം. അപ്പോൾ എല്ലാവർക്കും നല്ലോണം എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ക്രിസ്മസിനുള്ള പാഠഭാഗമാണ്. ഇപ്പോഴേ പഠിച്ചു വയ്ക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ. ഞാൻ പറഞ്ഞ പ്രകാരം പഠിച്ചാൽ എല്ലാവർക്കും മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. ഇനിയും അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. എല്ലാവരും നന്നായി പഠിക്കുന്നവരും നല്ല മാർക്ക് വാങ്ങുന്നവരും നല്ല ഉത്സാഹശാലികളുമായി തീരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.